നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ്ഭാഗവത മഹാപുരാണം അഷ്ടമസ്കന്ധം മന്വന്തരം പറയാൻ തുടങ്ങണു. അപ്പം അതിൽ സ്വായംഭുവ മന്വന്തരം തൊട്ടിട്ട് സ്വായംഭുവൻ, സ്വാരോജിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ, ചാക്ഷുഷൻ, വൈവസ്വതൻ. ഇന്നത്തെ മനു വൈവസ്വത മനുവാണ്. അടുത്ത മനു സാവർണി മനു. അതിനുശേഷം ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രസാവർണി, ദേവസാവർണി, ഇന്ദ്രസാവർണി, ഇങ്ങനെ 14 മനുക്കൾ. ഓരോ മന്വന്തരത്തിലും അതിൻ്റേതായ അംശങ്ങളെല്ലാവരും ഉണ്ടാവും. 6 തരത്തിൽപ്പെട്ട ഗണങ്ങളാണ് ഈ മന്വന്തരം ഭരിക്കുന്നത്. മനു, മനുപുത്രന്മാർ, ഇന്ദ്രൻ, ദേവകൾ, സപ്തർഷികൾ, അംശാവതാരം, ഇങ്ങനെ 6 ഗണം നമ്മളെ സദാസമയത്തും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. സ്വയംഭുവ മനുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് പ്രിയവ്രതൻ, ഉത്താനപാദൻ, 2 ആൺകുട്ടികൾ, പിന്നെ ആകൂതി, ദേവഹൂതി, പ്രസൂതി, 3 പെൺകുട്ടികൾ. ആ സമയത്ത് ഇന്ദ്രൻ, അത് യജ്ഞം തന്നെയാണ്. അതുപോലെ അവതാരവും യജ്ഞം തന്നെയാണ്. യാമന്മാരാണ് അന്നത്തെ ദേവകൾ. മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ഇവരാണ് സപ്തർഷികൾ. അതേപോലെ സ്വാരോജിഷ മന്വന്തരത്തിൽ അഗ്നിപുത്രനായിട്ടുള്ള പ്രിയവ്രതപുത്രനാണ് ഷഷ്ഠി ദേവിയാൽ ജീവിച്ചതായിട്ടുള്ള സ്വാരോജിഷൻ. അവിടെ ഇന്ദ്രൻ രോചനൻ എന്നാണ്. പുത്രന്മാർ, മനുവിൻ്റെ പുത്രന്മാർ ദ്യുമാൻ തൊട്ടുള്ളവരാണ്. അംശാവതാരം വിഭു ആണ്. പിന്നെ ദേവകൾ തുഷിതന്മാർ, ഇന്ദ്രൻ, രോചനൻ. പിന്നെ സപ്തർഷികൾ ബൃഹസ്പതി തൊട്ടുള്ളവർ. 3-ാമത്തെ മനു ഉത്തമൻ, അവിടെ പ്രിയവ്രതപുത്രനായിട്ടുള്ള പവനൻ. അതേപോലെ ഇന്ദ്രനായിട്ട് സത്യജിത്ത്, അംശാവതാരമായിട്ട് സത്യസേനൻ, ദേവന്മാർ സത്യന്മാർ, പിന്നെ പ്രമദൻ തൊട്ടുള്ള സപ്തർഷികൾ. ഇങ്ങനെയാണ് ഈ 3-ാമത്തെ ഉത്തമൻ്റെ മന്വന്തരത്തെ. അതിൽ സത്യസേനൊരു പ്രത്യേകതയുണ്ട്. സത്യമല്ലാതെ കണ്ട് ആരെങ്കിലും നുണ പറയുക, കളവ് ചെയ്യുക ഒക്കെ ചെയ്താൽ അപ്പോൾ വധിക്കും. അങ്ങനെയായിരുന്നു. അത് ആ മന്വന്തരത്തിൽ കുറച്ച് അധികം ഉണ്ടാകുന്ന സാരം, അത്രയേ ഉള്ളൂ. സോ അതേ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാച്ചാൽ നമ്മളൊക്കെ കുടുങ്ങി. 4-ാമത്തെ താമസ മന്വന്തരത്തിൽ പ്രിയവ്രതൻ്റെ സുതൻ പൃഥു ആണ്. ഇന്ദ്രൻ ത്രിശിഖനാണ്. അംശാവതാരം ഹരിയാണ്. ദേവന്മാർ വൈധൃതേയർ എന്നാ പറയുക. സപ്തർഷികൾ ജ്യോതിർധാമൻ തൊട്ടുള്ളവർ. 4-ാമത്തെ മന്വന്തരത്തിലാണ് ഗജേന്ദ്രമോക്ഷം കഥ ഉണ്ടായത്. അപ്പം അത് വിസ്തരിച്ച് പറയണമെന്ന് പറയുമ്പോൾ 2, 3, 4 അധ്യായങ്ങളിലായിട്ട് ഗജേന്ദ്രമോക്ഷം 8-ാമത്തെ സ്കന്ധത്തിൽ പറയണം. 5-ാമത്തെ മന്വന്തരം രൈവത മനു. പ്രിയവ്രതൻ്റെ പുത്രനായിട്ടുള്ള അർജുനൻ ആണ് പുത്രൻ. പിന്നെ ഇന്ദ്രൻ വിഭു ആണ്. അംശാവതാരം വൈകുണ്ഠനാണ്. ദേവന്മാർ ഭൂതരയന്മാർ. അതേപോലെ സപ്തർഷികൾ വേദശിരസ് തൊട്ടുള്ളവരാണ്. ഇവിടെ വൈകുണ്ഠൻ നിർമ്മിച്ചത് കൊണ്ട് വികുണ്ഠയുടെ പുത്രനായിട്ടുള്ള ആ വൈകുണ്ഠൻ, വിഷ്ണു, വൈകുണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം വൈകുണ്ഠം അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തു എന്നാണ്. വികുണ്ഠ പാർത്തത് കൊണ്ട് വൈകുണ്ഠം. വൈകുണ്ഠം നിർമ്മിച്ച ഭഗവാന് വൈകുണ്ഠൻ എന്ന് പേര്. 6-ാമത്തെ മന്വന്തരം ചാക്ഷുഷ മന്വന്തരം. ചക്ഷു എന്ന മനുവിൻ്റെ പുത്രനായിട്ട് വന്നയാളാണ്. ഇപ്പോൾ നമ്മളൊരു 14 മനുക്കളെ ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇതിന് മുന്നേയും അതിന് ശേഷവും മനുക്കൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പല പുരാണങ്ങളിലും വ്യത്യാസങ്ങൾ കാണാം. ആ വ്യത്യാസങ്ങൾക്ക് കാരണം അനവധി മനുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അനവധി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊക്കെ 14 മനുക്കൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം. ചാക്ഷുഷ മന്വന്തരത്തിൽ
പുരുഷൻ ആണ് മകൻ. ഇന്ദ്രൻ മന്ത്രദ്രുമൻ, പിന്നെ അംശാവതാരം അജിതൻ, ദേവന്മാര് ആപ്യന്മാര് തുടങ്ങിയവര്, സപ്തർഷികള്, സുമേധസ്. അപ്പം അതൊക്കെ ഈ സാവർണി മന്വന്തരത്തിൽ മനു ആവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത മഹാഗുരുവാണ് സുമേധസ്. ഭരദ്വാജ ഗോത്രത്തിൽപ്പെട്ട ഒരു ഋഷിയാണ്. സുരഥൻ എന്ന രാജാവിനെ 8ാമത്തെ മനു ആയിട്ട് അമ്മയുടെ കാരുണ്യം കൊണ്ട് എത്തിച്ചത് ഈ ദേവി മഹാത്മ്യം കഥ പറഞ്ഞു കൊടുത്ത സുമേധസ് ആണ്. ആ 6ാമത്തെ മന്വന്തരത്തെ ആ സമയത്താണ് പാലാഴി മഥനം ഉണ്ടായത്. പിന്നെ 7ാമത്തെ മന്വന്തരം ഇന്ന്, അത് വൈവസ്വത മന്വന്തരം. അത് 13ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറയും. നമുക്കപ്പോൾ ചിന്തിക്കാം. 8ാമത്തെ മനു സാവർണി മനു. അവിടെ സൂര്യനും ഛായയ്ക്കും മകനായിട്ട് നിർമോകൻ തൊട്ടുള്ള പുത്രന്മാർ. ഇന്ദ്രൻ ബലിയാണ് 8ാമത്തെ മന്വന്തരത്തിൽ. ആ കഥ വാമനാവതാര ചരിത്രത്തിൽ പറയും. വംശ അവതാരം സാർവഭൗമൻ എന്നുള്ള പേരിലാണ്. ദേവന്മാര് സുതപസ് തൊട്ടുള്ളവര്, സപ്തർഷികള് ഗാലവൻ ദീപ്തിമാൻ തൊട്ടുള്ളവര്, ഗാലവൻ, ദീപ്തിമാൻ, പരശുരാമൻ, അശ്വത്ഥാമാവ്, കൃപർ, ഋഷ്യശൃംഗൻ, വ്യാസൻ, ഇങ്ങനെ 7 ഋഷിമാരാണ് 8ാമത്തെ മന്വന്തരത്തിലെ സപ്തർഷികൾ. പിന്നെ ദക്ഷസാവർണി, അവിടെ പുത്രൻ ഭൂതകേതുവാണ്. ഇന്ദ്രൻ അദ്ഭുതൻ, അംശാവതാരം ഋഷഭൻ. അതേപോലെ ദേവവർഗങ്ങൾ, ദേവന്മാർ മരീചിഗർഭൻ തൊട്ടുള്ളവർ, സപ്തർഷികൾ ദ്യുതിമാൻ തൊട്ടുള്ളവർ. പിന്നെ 10ാമത്തെ ബ്രഹ്മസാവർണി, അവിടെ ശ്രീകൃഷ്ണൻ്റെ കുബ്ജയിലുണ്ടായ മകൻ ഭൂരിഷേണൻ. മറ്റൊരു പേരും കൂടി ആ സമയത്തുണ്ട് അദ്ദേഹത്തിന്. അവിടെ ഇന്ദ്രൻ ശംഭുവാണ്. അംശാവതാരം വിശ്വക്സേനനാണ്. ദേവന്മാർ സുവാസന്മാർ എന്നാണ്. സപ്തർഷികൾ സുകൃതി തൊട്ടുള്ളവർ. അതേപോലെ 11ാമത്തെ ധർമ്മസാവർണിയാണ് മനു. പുത്രന്മാർ സത്യം ധർമ്മം തൊട്ടുള്ളവർ. ഇന്ദ്രൻ വൈധൃതൻ, അംശാവതാരം ധർമ്മസേതു. ദേവന്മാർ വിഹംഗമന്മാർ, സപ്തർഷികൾ അരുണൻ തൊട്ടുള്ളവർ. പിന്നെ രുദ്രസാവർണി 12ാമത്തെ, അത് പുത്രൻ ദേവൻ ഉപദേവൻ തൊട്ടുള്ളവർ. ഇന്ദ്രൻ ഋതുധാമാവ്, അംശാവതാരം സ്വധാമാവ്. ദേവന്മാർ ഹരിതൻ തൊട്ടുള്ളവർ. സപ്തർഷികൾ തപോമൂർത്തി. 13ാമത്തെ ദേവസാവർണി, അതിലെ പുത്രൻ ചിത്രസേനൻ തൊട്ടുള്ളവർ. ഇന്ദ്രൻ ദിവസ്പതി. അംശാവതാരം അയോഗേശ്വരൻ, അംശാവതാരം യോഗേശ്വരൻ, അംശാവതാരം യോഗേശ്വരൻ. പിന്നെ ദേവന്മാർ സുകർമാവ്. പിന്നെ സപ്തർഷികൾ തത്വദർശനൻ തുടങ്ങിയവർ. 14ാമത്തെയാണ് ഇന്ദ്രസാവർണി. പുത്രന്മാർ ഉരുഗംഭീരൻ തുടങ്ങിയവർ. ഇന്ദ്രൻ ശുചി, അംശാവതാരം ബൃഹത് ഭാനു. ദേവന്മാർ പവിത്രൻ തൊട്ടുള്ളവർ. സപ്തർഷികൾ അഗ്നിബാഹു തൊട്ടുള്ളവർ. അപ്പോൾ ഇവരെല്ലാവരും നല്ലത് മാത്രം ചെയ്തു, കീർത്തി നേടി. ലാഭനഷ്ടങ്ങൾ നോക്കാതെ കണ്ട് ധനം ധാരാളമായിട്ട് വിതരണം ചെയ്തു. ജനങ്ങൾക്ക് സംസാരമില്ലാണ്ടാക്കി. അത്രയും നല്ലവരായിരുന്നു എല്ലാ മനുക്കളും എന്ന് പ്രത്യേകം പറയാണ്. 14 മന്വന്തരം, ഒരു കൽപ്പം, ബ്രഹ്മാവിൻ്റെ ഒരു പകല്, 1000 ചതുർയുഗം. ഇപ്പോൾ 7ാമത്തെ മനുവാണ് വൈവസ്വതൻ ശ്രാദ്ധദേവൻ സത്യവ്രതൻ എന്നുള്ള ആ മനു. ശ്രദ്ധയാണ് പത്നി. 1ാം മന്വന്തരത്തിൽ തൃതീയത്തിൽ പറഞ്ഞു തന്നതായിട്ടുള്ള ഒരു സ്വയംഭുവൻ ശതരൂപ മക്കള്, പ്രിയവ്രതൻ ഉത്താനപാദൻ 2 ആൺകുട്ടികൾ, പെൺകുട്ടികൾ ആകുതി, രുചി പ്രജാപതിക്ക് വധുവായി. അതിൽ യജ്ഞൻ ദക്ഷിണ ഉണ്ടായി. പിന്നെ ദേവഹൂതി കർദമനിൽ കപിലൻ ഉണ്ടായി. പിന്നെ പ്രസൂതി ദക്ഷൻ, അതിൽ സതി ഉണ്ടായി.
സ്വയംഭുവൻ സമയമായപ്പോൾ സന്യസിച്ചു. സുനന്ദാ നദീ തീരത്തിരുന്ന് ശതരൂപിയോട് കൂടിയിട്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്തു. ആ മനുവിൻ്റെ സ്തുതികളെയാണ് മനുസ്മൃതി എന്ന് പറയുക. വേദം വിശകലനം ചെയ്തുകൊണ്ട് അതിൽ കണ്ടെത്തിയതായിട്ടുള്ള സ്മൃതികളെയാണ് മനുസ്മൃതി എന്ന് പറയുക. അങ്ങനെ മഹാഋഷിമാർ, വ്യാസൻ തൊട്ടുള്ള പലരും ഈ വേദത്തെ പഠിച്ച് അതിൽ കണ്ടതിനെ എഴുതിയത് സ്മൃതികൾ എന്ന പേരിൽ കുറേ വന്നിട്ടുണ്ട്. 10-18 സ്മൃതിയൊക്കെ യാജ്ഞവൽക്യൻ്റെ സ്മൃതിയുണ്ട്, വസിഷ്ഠൻ്റെ സ്മൃതിയുണ്ട്, ബൃഹസ്പതിയുടെ സ്മൃതിയുണ്ട്, അങ്ങനെ എല്ലാവരുടെയും ഉണ്ട്. മനു മാത്രമല്ല. ഈശ്വരൻ ആരാണ്? നാം ആരാണ്? നാം എവിടെ നിന്ന് വന്നു? എന്ത് ചെയ്യണം? എവിടെയൊക്കെ വസിക്കും? ലക്ഷ്യം എന്താണ്? എന്തിനാ വന്നത്? ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഈ നാനാത്വം എങ്ങനെ സംഭവിച്ചു? കാലത്തിൻ്റെ നിയന്ത്രണം ആരാ ചെയ്യണത്? ഇങ്ങനെ മനു അറിഞ്ഞ കാര്യങ്ങളെ മുഴുവൻ ഭഗവാനെ സ്തുതിയായിട്ട് കേൾപ്പിച്ചു. അത് മനുസ്മൃതിയായിട്ട് മാറി. പ്രപഞ്ചത്തിന് ചൈതന്യം കൊടുക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ പൂർണ്ണത ആർക്കും അറിയില്ല. നമ്മൾ ഉറങ്ങും, പക്ഷേ ഭഗവാൻ കാവലുണ്ട്. സത്ത് അസത്ത്, അകം പുറം, സ്ഥാവരം ജംഗമം, ചേതനം അചേതനം ഒക്കെ ഭഗവാനാണ്. സർവവ്യാപിയാണ്, അന്തര്യാമിയാണ്, സാക്ഷിയാണ്. നമുക്ക് കിട്ടിയത് ഭഗവാന് കൊടുക്കുകയാണ് വേണ്ടത്. ഭഗവാൻ തന്നതാണ് നാം സ്വീകരിക്കുന്നത്. ധനം ഭഗവാന്റെയാണ്. ലക്ഷ്മി വക്ഷസിലിരിക്കുന്ന ആ ഭഗവാന് അന്യൻ്റേത് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വൈഷ്ണവരായതുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സ്വതേ ശൈവരായാലും ശാക്തേയരായാലും ഒക്കെ വിഷ്ണുവിനെ പാലനം ചെയ്യുന്നു എന്നതുകൊണ്ട് എല്ലാവരും വൈഷ്ണവരാണ്. അപ്പം അതുകൊണ്ട് സാത്വിക ഭാവത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകരുത്. എപ്പോഴും സാത്വികത വേണം. അതാണ്. അപ്പോൾ ധനം മുഴുവൻ ഭഗവാന്റെയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ലക്ഷ്മി വക്ഷസിൽ അന്യൻ്റെ ഒന്നും ആഗ്രഹിക്കരുത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 18 സാക്ഷികൾ മുഴുവൻ കാര്യങ്ങളും അറിയും. 19ാമത്തെ ഭഗവാനും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രപഞ്ചം ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ്. പ്രപഞ്ചം തന്നെ ഭഗവാനാണ്, പ്രപഞ്ച സ്വരൂപനാണ് വിരാട്ട്. അതേപോലെ ഭഗവാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. ആദ്യമധ്യാന്തരഹിതനാണ്. ആദ്യം മധ്യവും പിന്നെയും ഭഗവാൻ മാത്രമേ ഉള്ളൂ. സ്വയം പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഭഗവാൻ നിയന്ത്രിക്കുന്നു, കാണുന്നു, വേണ്ടതുപോലെ അതിനെ നിവർത്തിക്കുന്നു. കർമ്മവാസന നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഋഷികൾ നിഷ്കാമ കർമ്മം ചെയ്യുന്നു. നമുക്ക് വേണ്ടിയിട്ട് അവതാരാദികൾ ഭഗവാൻ ചെയ്യുന്നു. ആ ഭഗവാനാണ് നാം കർമ്മങ്ങൾ സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാന് നമസ്കാരം. തപസ് ചെയ്യുന്ന മനുവിനെ തിന്നാൻ ആ സമയത്ത് ഈ അസുരന്മാർ, രാക്ഷസന്മാർ ഒക്കെ വന്നു. ഇപ്പോൾ യജ്ഞനായിട്ട് വന്നിട്ട്, യജ്ഞാവതാരം വന്ന് അംശാവതാരമാണ്. യജ്ഞനായിട്ട് വന്നിട്ട് മനുവിനെ അന്ന് രക്ഷിച്ചു. അപ്പോൾ ശത്രുക്കളെ മുഴുവൻ വധിക്കുകയാണ് ഭഗവാൻ ഉണ്ടായത്. പിന്നീട് ഇന്ദ്രപദവി സ്വയം യജ്ഞൻ ഏറ്റെടുക്കുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ പറഞ്ഞു വെച്ചു. അതിനുശേഷം ഈ 4ാം മന്വന്തരത്തിലാണ് ഹരി ആയിട്ട് വന്നിട്ട് ഗജേന്ദ്രനെ രക്ഷിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കഥ ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ്. 2ാമത്തെ അധ്യായം മുതൽ 2, 3, 4, 3 അധ്യായങ്ങളെ കൊണ്ടാണ് പറയണത്. പാലാഴി മധ്യത്തിൽ ത്രികൂടം എന്നുള്ളൊരു പർവ്വതം, അവിടെ ഒരു കൊടുമുടി സ്വർണത്തിൻ്റെ നിറത്തിൽ, അടുത്തത് വെള്ളിയുടെ നിറത്തിൽ, പിന്നൊന്ന് ഇരുമ്പിൻ്റെ നിറത്തിൽ. ധാതു പുഷ്ടി കാരണം കൊണ്ട് അതിൻ്റെ നിറം ഇപ്രകാരത്തിലായതാണ്. ധാരാളം വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, നദി, പർവ്വതം, അതേപോലെ സരസ്സുകളിൽ ജലപക്ഷികളെ തൊട്ടുള്ളവരൊക്കെ, താഴ്വരകൾ, പാലാഴിയിലെ വെള്ളം, അതിൻ്റെ തിരമാലകൾ, ഇങ്ങനെ സദാസമയത്തും അതിൻ്റെ തീരത്തെ ശുദ്ധമാക്കിക്കൊണ്ട് പൂവുണ്ട്, വണ്ടുണ്ട്, ജലപക്ഷികളുണ്ട്, ജലജീവികളുണ്ട്. അങ്ങനെ സിദ്ധചാരണ ഗന്ധർവന്മാരൊക്കെ ദിവസേന കുളിക്കാൻ വരുന്നു. നീരാട്ട്, കളി എല്ലാം ഉണ്ട്. 8 തരത്തിൽപ്പെട്ടതായിട്ട് ദേവകളും അവിടെ എത്തുന്നു. വിശേഷം ആയിട്ട് ദേവസ്ത്രീകൾ എന്നും വരും. കളി, കുളി, നൃത്തം ഒക്കെ പരമാവധി സുഖത്തെ കൊടുക്കുന്നതായിട്ടുള്ളൊരു
അന്തരീക്ഷം. വരുണൻ്റെ ഒരു ഋതുമത്ത് എന്ന പേരായിട്ടൊരു ഉദ്യാനമുണ്ട് അവിടെ. അതിവിശിഷ്ടം എന്നേ പറയാനുള്ളൂ. അവിടെ താമരപ്പൂക്കൾ, ആ സരസിൽ വെള്ള, മഞ്ഞ, റോസ്, ചുവപ്പ്, നീല 5 തരത്തിൽപ്പെടുത്തായിട്ടുള്ള താമര പൂക്കളുണ്ട്, ഫലമുണ്ട്, കിഴങ്ങുണ്ട്, ചന്ദനം, വാഴ തുടങ്ങിയിട്ടുള്ള അതിവിശിഷ്ടങ്ങളായിട്ടുള്ള സസ്യജാലങ്ങളൊക്കെ ഉണ്ട് അവിടെ. നിർമ്മല ജലമാണ്. അതേപോലെ ആമ്പല തൊട്ടുള്ള സൗഗന്ധികം ഇങ്ങനെയൊക്കെയുള്ള പൂക്കളുണ്ട്. ജലപക്ഷികളൊക്കെ ഉണ്ട് അവിടെ. തമ്മിൽ വൈരം ഒന്നുമില്ലാതെ കണ്ട് സുഖമായിട്ട് ജീവിക്കണം, സ്നേഹം മാത്രം. അതേപോലെ എല്ലാവരും പരസ്പരം കീഴ്പ്പെട്ട് നിൽക്കുക, എന്നുവെച്ചാൽ താണു നിൽക്കുക, ഏറ്റവും വിനയത്തോട് കൂടിയിട്ട് നിൽക്കുക. അത് കാരണം ഈ യുദ്ധാദി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് സാരം. എങ്കിലും അവിടെ ഒരു ആന വസിച്ചായിരുന്നു. ആന എന്ന് പറഞ്ഞാൽ ആന രാജാവ്. സിംഹത്തെ പോലും തൻ്റെ കീഴിലാക്കി അങ്ങനെയുള്ള ഒരു ആന രാജാവാണ്. എന്നും മതജലം. 10,000 ആനകളുടെ ശക്തിയുണ്ട്. മതം പൊട്ടിയ 10,000 ആനകളുടെ ശക്തിയുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ആനയാണ്. സിംഹത്തിനെയും ആ ആനയ്ക്ക് പേടിയില്ല. സിംഹം ഈ ആനയെയാണ് പേടിക്കുന്നത്. ഗജേന്ദ്രൻ വന്നാൽ മറ്റ് ദുഷ്ടമൃഗങ്ങളൊക്കെ, പുലിയൊക്കെ ഓടും. അതേപോലെ പെരുമ്പാമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓടും. ആന എവിടെയുണ്ടോ അവിടെ മുയലുണ്ടാവും, മാൻ ഉണ്ടാവും. അവർക്ക് അഭയമായിട്ട് ഈ ഗജേന്ദ്രനാണ് രക്ഷിച്ചത്. അങ്ങനെ ഒരു തവണ, കുറേ കാലം ഇങ്ങനെ ഉണ്ടായി. ഒരു തവണ കടുത്തൊരു വേനൽ, എവിടെയും വെള്ളമില്ല, കുടിക്കാനും കൂടി വെള്ളമില്ലാണ്ട്. അപ്പം അങ്ങനെ കുടിക്കാൻ വെള്ളം എവിടുന്നാ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് തേടി നടക്കുകയാണ്. അപ്പോൾ ആനയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്, മണത്തിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തുമ്പി കൊണ്ട് ഈ താമരയുടെ മണം കിട്ടിയെന്ന, താമര ഉള്ള സ്ഥലത്ത് വെള്ളം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് മണം എവിടുന്നാണോ വന്നത് വെച്ചാൽ ആ ലക്ഷ്യം കണക്കാക്കിക്കൊണ്ട് ഇങ്ങനെ യാത്രയായി ആന സംഘം. അങ്ങനെ ഈ ഋതുമത്ത് എന്ന വരുണൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള ഉദ്യാനത്തിലെത്തി. അവിടെ വലിയൊരു സരസ് കണ്ടു. നിർമ്മല ജലം നിറച്ച് താമര അങ്ങനെ നിൽക്കണു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതിലേക്ക് ഇറങ്ങി കുളിച്ചു, കളിച്ചു, കുടിച്ചു. എന്തൊക്കെയാ ചോദിച്ചാൽ ശരിയാ. അവിടെ യഥാഗൃഹി എന്നാണ് പറഞ്ഞത്. വെച്ചാൽ കുളിപ്പിക്കുക ഒക്കെ ചെയ്തതാണ്. ആ ചളിയിൽ നിൽക്കുമ്പോഴാണ് കുറേ കാലം എന്തൊക്കെയാ ചീത്തത്തരം ചെയ്ത് ചോദിച്ചാൽ ശരിയാട്ടോ. താമരയൊക്കെ പൊട്ടിച്ചിട്ട് വലിച്ചെറിഞ്ഞു. അതേപോലെ ചളിയിലിങ്ങനെ ആന ചവിട്ടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വെള്ളമൊക്കെ കലങ്ങി മറിയില്ലേ? അപ്പോൾ ശുദ്ധജലമൊക്കെ ചീത്തയായി. പിന്നെന്താ ചെയ്യുക? പക്ഷെ അതൊന്നും ഇവിടെ വിഷയമായില്ല. ആനയും ആനക്കൂട്ടങ്ങളും, അതിൽ പെണ്ണാനയുണ്ട്, കുട്ടിയാനകളുണ്ട്, എല്ലാവരും ഉണ്ട്. പരസ്പരം അങ്ങനെ കളിക്കുക കുളിക്കുക ഒക്കെ ചെയ്തതിന് ശേഷം പോവാൻ നേരത്ത്, എന്നുവെച്ചാൽ താൽക്കാലികമായിട്ട് പോകാൻ നേരത്ത് ഒരു മുതല അറിയാതെ കണ്ട ഈ ഗജേന്ദ്രൻ്റെ കാലിൽ തന്നെ വന്ന് പിടികൂടി. അപ്പോൾ ആനയ്ക്കത് അത്ര സാരമായില്ല. അപ്പോൾ കുറേ ചവിട്ടിയൊക്കെ തുമ്പി കൊണ്ട് എന്തൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കരക്കി കയറിയപ്പോഴേക്കും മുതല പിന്നാക്കം വലിച്ചിട്ട് വെള്ളത്തിൽ തന്നെ പെട്ടുപോയി. കയറാൻ പറ്റിയില്ല. മറ്റ് ആനകളൊക്കെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു, സാധിച്ചില്ല. ഗജേന്ദ്രൻ്റെ ഗതി കണ്ട് വളരെ കഷ്ടമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അവരെല്ലാവരും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവർ പിൻവാങ്ങി. ഇങ്ങനെ 1000 കൊല്ലം ആ സരസിൽ അവിടെ കഴിഞ്ഞുകൂടി, ഒരു വ്യത്യാസം ഇല്ലാണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ മുതല താഴത്തേക്ക് ഇറങ്ങിപ്പോയോ? അതില്ല. ആനയ്ക്ക് മുകളിലേക്ക് കയറ്റാൻ പറ്റിയോ? അതുമില്ല. അപ്പോൾ അവിടെ തന്നെ നിൽക്കാനുള്ള കാരണം എന്താ? അതങ്ങനെയാണ്. അതാ കഥയുടെ ഒരു മർമ്മമാണത്. അതേപോലെ കുറച്ച് കാലമല്ല, കുറച്ചധികം കാലം, 1000 കൊല്ലത്തോളം അങ്ങനെ നിന്നു എന്നാ. താൻ പരാജയപ്പെട്ടു എന്നുള്ളത് ആനയ്ക്ക് കുറേശ്ശായിട്ട് തോന്നാൻ തുടങ്ങി. കാരണം ബാക്കിയുള്ള ആനകളൊക്കെ പിൻവാങ്ങി, താൻ ഒറ്റയ്ക്കായി. തനിക്ക് ശക്തിക്ഷയം വരണു, മുതലങ്ങനെ തടിച്ചു കൊഴുക്കണു. ശരിയാ, നല്ല വലിവാണ്. അപ്പോൾ ആന ഇങ്ങനെ കുറച്ചായിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പോയി. ഇറങ്ങാണ്, കാരണം മുതലങ്ങനെ പിന്നാക്കം വലിക്കുക. അങ്ങനെ അത് എത്രത്തോളമായി എന്ന് പറയാൻ നിർത്തിയില്ല. ആരും സഹായിക്കാനില്ല. ഇത് പൂർവ്വജന്മ കർമ്മഫലമാണ്. ഈ മുതല ആ കർമ്മഫലം കൊണ്ടാണ് തന്നെ പിടിച്ചിരിക്കുന്നത്. ബ്രഹ്മാദി ദേവന്മാർ കൂടി ആശ്രയിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഞാനിതാ ആശ്രയിക്കുന്നു എന്ന് തോന്നി. അത് തോന്നിയത് മഹാഭാഗ്യം. കാലസർപ്പത്തിൽ നിന്നും രക്ഷിക്കുന്നു.
അങ്ങനെയുള്ള ഭഗവാനെ, ആ പരമാത്മാവിനെ, ബ്രഹ്മം ആയിട്ടുള്ള ഭഗവാനെ അനന്യ ശരണാഗതി സ്വീകരിച്ചുകൊണ്ട് അവിടെ സ്തുതിക്കുകയാണ് ഗംഭീരായിട്ട്. ഗജേന്ദ്രൻ്റെ സ്തുതി ഒരു പ്രത്യേക സ്തുതിയാണ്. പൂർവജന്മം ഓർമ്മ വന്നപ്പോൾ, തൻ്റെ ഭഗവാനെ ഓർമ്മ വന്നപ്പോൾ, അതുവരെ വേദം നല്ലോണം അറിയാവുന്നതായിട്ടുള്ള ആ ഇന്ദ്രദ്യുമ്നൻ എന്നുള്ള പാണ്ഡ്യ രാജാവ് വേദസാരം നല്ലോണം അറിഞ്ഞ് അവിടെ സ്തുതിച്ചു. സ്തുതി ആരംഭിച്ചു. എങ്ങനെയാണ്? പ്രപഞ്ചത്തിന് ചൈതന്യം കൊടുക്കുന്നതായിട്ടുള്ള, രക്ഷിതാവായിട്ടുള്ള, സാക്ഷിയായിട്ടുള്ള, പ്രകൃതി പുരുഷനായിട്ടുള്ള, സർവ്വം നിയന്ത്രിക്കുന്നതായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. മനസ്സുകൊണ്ട് സമുദ്രത്തിലെ തിരമാല പോലെ പ്രപഞ്ച വസ്തുക്കൾ ഭഗവാൻ ഉണ്ടാക്കണു, ലയിക്കണു. സ്ഥൂലവും സൂക്ഷ്മവും പ്രപഞ്ചവും ബ്രഹ്മവും എല്ലാം ഭഗവാനാണ് സൃഷ്ടിച്ച് അതിൽ തന്നെ വസിച്ച് കാലമായി കഴിഞ്ഞാൽ അത് തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. 8 കാലി വല നെയ്യണ പോലെ 14 ലോകങ്ങളും ലോകപാലന്മാരും 24 തത്വവും ഒക്കെ ഭഗവാനാലാണ് നിയന്ത്രിക്കുന്നത്. ആ ഭഗവാൻ എന്നെ രക്ഷിക്കണേ. നാടകത്തിൽ വേഷം കെട്ടിയിട്ടുള്ള ആളെ കാണും, പക്ഷേ വേഷം കെട്ടിയ ആളെ അറിയില്ല. അവതാര ലീലകളുടെ ഈ ഒരു ആന്തരാർത്ഥം അത് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കുക? ദേവ, ഋഷി, മനുഷ്യ എല്ലാവരും ഒരേപോലെ ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ആനയാണ്, എനിക്ക് തിര്യക് യോനിയിലല്ലേ, അത് കാരണം വിശേഷ ബുദ്ധിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഭഗവാനെ ശരിക്കും അറിയാം? മഹായോഗികൾ, ഋഷികൾ, അവർക്ക് പോലും അറിയാത്ത ഭഗവാനെ ഞാൻ എങ്ങനെ അറിയാം? എന്നാലും എന്നെ രക്ഷിക്കണേ. അങ്ങ് അജനാണ്, കർമ്മമില്ല, ജന്മമില്ല, കർമ്മമില്ല, പേരില്ല, ഗുണമില്ല, മായ ബാധിക്കില്ല, എല്ലാം ഭഗവാന്റെ ഒരു നിയന്ത്രണത്തിലാണ്. അപ്പോൾ ആ നിയന്ത്രണം അത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കണേ. ഭഗവാന്റെ നാമം അത് എത്രയാ ചോദിച്ചാൽ നിശ്ചയില്ല, അനവധി, സഹസ്രനാമങ്ങൾ തന്നെ അനവധിയാണ്. അതേപോലെ അവതാരങ്ങൾ, ഭക്താനുഗ്രഹ ലീല, അതൊക്കെ എത്രയാ പറയാനൊന്നും പറ്റില്ല. അങ്ങനെ അത്യാശ്ചര്യം അത് ഭഗവാന്റെ ലീലാസ്മരണം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അങ്ങ് ഞങ്ങളെ രക്ഷിക്കുക തന്നെ വേണം, എന്നെ രക്ഷിക്കുക തന്നെ വേണം. വാക്കിനും മനസ്സിനും അതീതനായിട്ടുള്ള ഈ ഇന്ദ്രിയ ഗോചരനല്ലാത്തതുകൊണ്ടേ ഭഗവാനൊന്നും മനസ്സിലാക്കില്ല. ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് തടസ്സം ഭഗവാൻ സ്വയം പ്രകാശിതനായിട്ടുള്ള, കർമ്മഫലദാതാവായിട്ടുള്ള, കർമ്മം ചെയ്യേണ്ടാത്ത അവസ്ഥയിൽ എത്തിക്കുന്ന, ഫലത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, കർമ്മവാസന പോലും നശിപ്പിച്ച് ഭഗവാൻകൽ എത്തിക്കുന്ന, ജ്ഞാനിയാക്കുന്ന, മുക്തി തരുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ് എന്നെയും രക്ഷിക്കുമാറാകണേ. പിന്നെയോ സത്വഗുണം കൊണ്ട് ശാന്തനായിട്ട്, രജോ ഗുണം കൊണ്ട് ഘോരനായിട്ട്, തമോ ഗുണം കൊണ്ട് മൂഢനാക്കിയിട്ട് ഈ ജനങ്ങളെ മാറ്റണു. അപ്പോൾ നന്മ, അതേപോലെ സ്വാർത്ഥം, തിന്മ ഇത് വരണു. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കണം. കാരണസ്വരൂപിയായിട്ടുള്ള ഭഗവാന് ഒരു പ്രയാസമില്ല ഒഴിവാക്കാനേ. മൂലപ്രകൃതിയെ പ്രേരിപ്പിച്ച് സൃഷ്ടി 24 തത്വാധിഷ്ഠിതമായിട്ടുള്ള വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ ജീവനും അധിഷ്ഠാന ദേവതകളിലൂടെ ഭഗവാനും അറിയണു. എന്നിട്ട് ജീവന് കർത്തൃത്വബോധം ഒപ്പം അഹങ്കാരം ഉണ്ടാക്കും. എന്നെ അധപ്പതിപ്പിക്കാതെ കണ്ട് അങ്ങ് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു. ഇപ്പോൾ പ്രപഞ്ചകാരണനായിട്ടുള്ള, എന്നാലോ സ്വയം കാരണമാവുന്നില്ല. വാസ്തവം പ്രപഞ്ച കാരണനായിട്ടുള്ള ആ ഭഗവാൻ സ്വയം കർത്താവാകണില്ല, കാരണക്കാരനാവണില്ല, അതാ രസം. പക്ഷെ കാരണനാണ് ഇനി, അതാണ്. അപ്പോൾ വാസ്തവം അറിയാതെ കണ്ട്, അറിയിക്കാതെ കണ്ട്, അത്ഭുത പ്രപഞ്ച സ്വരൂപനായിട്ട് വിളങ്ങുന്നതായിട്ടുള്ള അങ്ങയിലേക്ക് എത്താനാണല്ലോ എല്ലാവരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വേദം പറയണു, ഈ അരണിയിലെ അഗ്നി കടഞ്ഞ് അത് ഭഗവാൻ എങ്ങനെയാണോ ഈ ബ്രഹ്മാവസ്ഥയിലുള്ള അഗ്നിയെ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത്, അത് ഇങ്ങനെ കടഞ്ഞെടുത്തുകൊണ്ട് അതിൽ ഹോമദ്രവ്യങ്ങളൊക്കെ അർപ്പിച്ച് ഭഗവാൻ അത് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യത്തെ നിറവേറ്റി കൊടുക്കുക എന്ന ഫലദാതാവായിട്ട്. അപ്പം എന്നും രക്ഷകനായിട്ട് പലതരത്തിലാണ്. വഷട്കാരൻ എന്ന രീതിയിൽ ഭഗവാൻ എല്ലാം സ്വീകരിക്കുകയാണ്, ഫലദാതാവായും കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം. ഭക്തപരിപാലകൻ അതാണ്. അംശം കൊണ്ട് ശരീരത്തെ ജീവസ്വരൂപേണ ഭഗവാൻ തന്നെയാണ്
നമ്മളൊക്കെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവത്പരാവണ്ടേ? അതെന്തുകൊണ്ടാവണില്ല? കാരണം അവതാര സ്വരൂപങ്ങൾ പോലും, ഇപ്പോൾ പരശുരാമൻ തൻ്റെ തേജസ് മുഴുവന് ശ്രീരാമന് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ തപസ്സും ഈശ്വരത്വം ഒട്ടും കാണിക്കാതെ കണ്ടും അങ്ങനെയാണ് ഇരിക്കുന്നത്. അതൊരു വല്ലാത്ത ഭാവമാണ്. അങ്ങനെ ധാരാളം അവതാര സ്വരൂപങ്ങൾ ഈ രീതിയിലാണ് പെരുമാറാറ്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം കൂടുതൽ പറയാമല്ലോ. ദത്താത്രേയൻ ശരിക്കും ഈശ്വരനാണ്. എന്നിട്ടും ഈ ഉപദേശങ്ങൾ, ജ്ഞാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ആ ദത്താത്രേയൻ ഒരു പ്രത്യേക രീതിയിലാണല്ലോ ജീവിച്ചത്. അപ്പം അതൊക്കെ ഭഗവാന്റെ ചില ലീലയാണ്. അപ്പോൾ ആ ലീലകളുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാലും ശരി, ഈ ഭഗവാൻ തന്നെയാണ് കർമ്മബന്ധം തീർത്തിട്ട് ജീവനെ മുക്തിയിലേക്ക് എത്തിക്കുന്നത്. ഒരേ ഭഗവാനാണ് രണ്ടും ചെയ്യണത് എന്ന് സാരം. അതാണ്. അതേപോലെ ബന്ധുക്കൾ, ധനം, ഗൃഹം, ഈ ഏഷണകൾ ഒക്കെ വരും. അതിൽ ആസക്തിയുള്ള ഒരാൾക്ക് ഭഗവാനെ കിട്ടില്ല. നിസ്പൃഹനായിട്ട്, നിഷ്കിഞ്ചനായിട്ട്, നിസ്വനായാൽ മാത്രമേ ഭഗവാന്റെ പ്രീതി നേടണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തന്നെ സാധിക്കുള്ളൂ. അപ്പോഴേ ഭഗവാന്റെ പ്രീതി കിട്ടുള്ളൂ. ധർമാർത്ഥ കാമ മോക്ഷം കിട്ടണം വിചാരിച്ചിട്ട് ഭജിക്കും. ഭക്തി വേണ്ട വിധത്തിലാണെങ്കിൽ പുണ്യം കിട്ടും. അത് വേണ്ട രീതിയിലല്ലെങ്കിലോ മുക്തി കിട്ടാൻ കുറച്ച് പണിയാണ്. യഥാർത്ഥ ഭക്തന് ഭഗവാൻ തന്നെ കൊടുക്കും. പക്ഷേ കാപട്യഭക്തിയാണെന്ന് വെച്ചാലോ, സകാമഭക്തി ഭഗവാൻ ഇഷ്ടമാണ്. പക്ഷെ കപടഭക്തി ഭഗവാൻ ഇഷ്ടമല്ല. സർവാത്മന ആശ്രയിക്കുന്ന ഒരാൾക്ക് സച്ചിദാനന്ദം വരെ ഭഗവാൻ കൊടുക്കും. പക്ഷേ അനന്യ ശരണാഗതി വേണം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അത് തരൂ ഇത് തരൂ എന്ന് സ്വതേ പറയേണ്ട ആവശ്യമില്ല. എന്നെ അതിൽ നിന്ന് രക്ഷിക്കൂ, വേറൊന്നിൽ നിന്ന് രക്ഷിക്കൂ പറയേണ്ട ആവശ്യമില്ല. എന്താ കാരണം? ഭഗവാൻ ഇതെല്ലാം അറിയാം. ഭഗവത് സ്മൃതി ഉണ്ടായാൽ മതി. അത് നിഷ്കാമഭാവത്തിലാണെന്ന് വെച്ചാൽ ഉത്തരവാദിത്വം മുഴുവനെ ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട. ഗജേന്ദ്രൻ പറയാണ്, എനിക്കിനി ഒന്നും ആവശ്യപ്പെടാൻ അറിയില്ല. ഹൃഷികേശനായിട്ടുള്ള ഭഗവാൻ ഋഷികേശനുമാണ്. ഹൃഷികേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് നാഥൻ. ഹകാരം കൊണ്ട് ഹൃഷികേശൻ, ഋകാരം കൊണ്ട് ഋഷികേശനാണെന്ന് വെച്ചാൽ എല്ലാ ഋഷിമാരെയും ഈ ഒരു ഭാവത്തിലേക്ക് എത്തിക്കുന്നത്, ഋഷിത്വത്തെ കൊടുക്കുന്നത് ആ ഭഗവാനാണ്. അവർക്കെല്ലാം നാഥനാണ്. അതേപോലെ പതിയാണ്, നേതാവാണ്. അപ്പോൾ ബ്രഹ്മാദികളെ കൂടി നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാനോട് അത് തരൂ ഇത് തരൂ എന്ന് ഞാൻ എന്തായാലും ഇനി ആവശ്യപ്പെടില്ല. ഞാൻ മുക്തി പോലും ഇനി ആവശ്യപ്പെടുന്നില്ല. കാരണം ഭഗവാൻ തന്നോട്ടെ എന്ന നിലയ്ക്ക് എത്തി. ഭക്തന് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ഈ ഭഗവാങ്കൽ ലയം എന്നുള്ള മുക്തിയും അത് ഈ സൂക്ഷ്മ രൂപത്തിലുണ്ട്, സ്ഥൂല രൂപത്തിലുണ്ട്. ആ ഭഗവാനെ പക്ഷേ വിദൂരത്തിൽ കാണുകയാണ്. എന്താ കാരണം? അനുഭവജ്ഞാനം ഇല്ലാത്തതുകൊണ്ട്. ഭഗവാനെ അനുഭവിക്കാൻ നമുക്ക് എന്തോ ചില തടസ്സങ്ങളുണ്ട്. അത് മായയാണ്. ആ മായ കടന്നല്ലാതെ കണ്ട് നമുക്ക് ഭഗവാനെ കിട്ടില്ല. അപ്പോൾ ആ മായ കടത്തി തരാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. ബ്രഹ്മാദികളിൽ പോലും നേരിയ ഒരംശം മാത്രമാണ് അങ്ങ്. ത്രിമൂർത്തിക സ്ഥാനമൊക്കെ ഉണ്ട് ബ്രഹ്മാവിന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഭഗവാന്റെ വളരെ വളരെ ചെറിയ ഒരംശം മാത്രമേ ആ ബ്രഹ്മാവിലുള്ളൂ. കാരണം എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഭഗവത് ചൈതന്യമുണ്ട്. അപ്പോൾ ഈ ചൈതന്യം എത്ര ഉണ്ടാവും? നന്ന ലേശമായിരിക്കൊക്കെ വേണ്ടു. അതാണ്. പകല് സൂര്യപ്രകാശം കൊടുക്കുന്നതായിട്ടുള്ള സൂര്യൻ രാത്രി സൂര്യൻ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ എങ്കിലും നമുക്ക് സൂര്യനെ കാണില്ല. എന്ന കൂട്ടത്തിൽ ജ്ഞാനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അജ്ഞാനം ബാധിച്ച ജീവന് സൂര്യനെ ഈ ഭഗവാനെ കാണാൻ സാധിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഇരുട്ടിനെ മാറ്റിത്തരണേ. ഈ ത്രിഗുണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് ഈ ത്രിഗുണത്തെ ജയിക്കാൻ, മായയെ ജയിക്കാൻ, അങ്ങനെ ഈ ദേവ അസുര മാനവ തിര്യക്ക് സസ്യ ചേതനായാലും അചേതനായാലും സ്ത്രീ പുരുഷ ഭേദമായാലും അതേപോലെ നപുംസകായാലും ഇതൊക്കെ ഭഗവാന്റെ സ്ഥൂല രൂപം തന്നെയാണ് എന്ന് ഉറപ്പിക്കാറാവണ്ടേ.
ഇതൊന്നും ഭഗവാൻ അല്ല എന്നുള്ളതും അറിഞ്ഞുകൊണ്ട് വേണം നാം എന്താ വേണ്ടത്. എൻ്റെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് അതല്ല. അതേപോലെ തന്നെ ഇതാണ് ഭഗവാൻ, അപ്പം ഇതുമല്ല ഭഗവാൻ. ഇതാണ് ഭഗവാൻ വെച്ചാൽ ഇത് ഭഗവാനാണ്, പക്ഷേ ഇതുമല്ല ഭഗവാൻ. ഇതിൻ്റെ അപ്പുറമുണ്ട് ഭഗവാൻ. ഏതാണ്? ഇതും ഭഗവാനാണ്, അതും ഭഗവാനാണ്. ഇതുകൊണ്ട് മാത്രമാവില്ല എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ എല്ലാം കൂട്ടി വെച്ചാലേ ശരിക്കും ഭഗവാൻ ആവുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് ഇനിയും ഈ ആന ശരീരം വേണ്ട കേട്ടോ. എനിക്ക് ശരീരമേ വേണ്ട, സംസാരം കടത്തി തരണേ. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം തന്ന് എന്നെ രക്ഷപ്പെടാൻ അങ്ങ് സഹായിക്കണേ. അതുകൊണ്ട് എനിക്ക് ഭഗവാൻ പ്രപഞ്ചത്തെ ഒരു കളിക്കോപ്പായിട്ടാണ് കണ്ടിരിക്കണത്. അപ്പോൾ അതിൽ കളിപ്പിക്കാനായിട്ടാണ് ഈ ശരീരം സ്വീകരിച്ച ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് കളിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഇനി കളിപ്പിക്കരുതേ. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് എന്നെ അനുഗ്രഹിക്കണേ. അപ്പോൾ സകലവിധ ഈ ലോഭാദികൾ, അതേപോലെ ആസക്തികൾ, ഇനിയിപ്പോൾ ആനയ്ക്ക് ഇതൊന്നുമില്ല. വേറെ ഇവിടെ ഇപ്പോൾ സിങ്കിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതൊന്നും ആനയ്ക്കില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഈ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഇത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആ സമയം വന്നല്ലാതെ കണ്ട് ഈ മുക്തി കിട്ടില്ല. അപ്പോൾ ആ സമയം ദീർഘിപ്പിക്കാതെ കണ്ട് വളരെ വേഗത്തിൽ തന്നെ അവസാനിപ്പിച്ച് അതൊക്കെ ഭഗവാൻ കുട്ടിയെ പറ്റും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങയെ ആശ്രയിക്കണം. ഇപ്പോൾ ഭഗവാന്റെ മായ കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഞാൻ എന്ന ബോധം ആനയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്നുള്ള ബോധത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗജേന്ദ്രനായത്, സിംഹം പോലും പേടിച്ചത്. ഇപ്പോൾ ഞാൻ എന്നുള്ള ഭാവമൊക്കെ വിട്ടു. കാരണം ഇവിടെ സിങ്കിങ്ങാണ്, വെറും ഒരു മുതല കാരണം കൊണ്ട് പെട്ടുപോയി. അപ്പം അതുകൊണ്ട് ഗജേന്ദ്രൻ ഇങ്ങനെ ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിച്ചിട്ട് രക്ഷപ്പെടുത്താൻ എന്താണോ വേണ്ടത് അത് ചെയ്തു തന്നെ എന്നെ രക്ഷിക്കണേ എന്ന പ്രകാരം വളരെ ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് സ്തുതിച്ചു. അപ്പോൾ ഈ സ്തുതി അതൊരു തപസ് പോലെയായി. അതുകൊണ്ട് തന്നെ ഈ സിങ്കിങ് ആയതുകൊണ്ട് എപ്പോൾ വേണിച്ചാൽ നീ മരിക്കും. മരിച്ചിട്ട് പിന്നെ മുക്തി തന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഈ സമയത്ത് ഈ താതാത്മ്യം വന്നതുകൊണ്ട് അതൊരു തപസ്സായിട്ട് മാറിയതുകൊണ്ട് ഈ താപം അത് എല്ലാ ഋഷിമാരെയും ദേവന്മാരെയും ഒക്കെ ബാധിച്ചു. അപ്പോൾ ചൂട് സഹിക്കണില്ല. അതേപോലെ തന്നെ ദേവന്മാരോടല്ല ഭക്തൻ പറയണത്, മഹാവിഷ്ണുവായിട്ടുള്ള ബ്രഹ്മാവസ്ഥയിലുള്ള മഹാവിഷ്ണുവിനോടാ. അപ്പോൾ അതുകൊണ്ട് ആർക്കും സഹായിക്കാനൊന്നും നിവൃത്തിയില്ല. അപ്പോൾ എന്നെയല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറി. ഇനി എന്താ ചെയ്യുക? ഭഗവാന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഒന്ന് ചെന്ന് സഹായിക്കൂ എന്ന്. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടി ഈ മഹാവിഷ്ണു കേട്ടു. അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് ലക്ഷ്മിയും കൂടിയുണ്ട്. അങ്ങനെ ഈ സരസ്സിൽ ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി ഗരുഡാരൂഢനായിട്ടുള്ള ഭഗവാൻ, ലക്ഷ്മി സമേതനായിട്ട്. ആ ഭഗവാനെ കണ്ടോട് കൂടിയിട്ട് അപ്പോൾ അവസാനത്തെ താമര കയ്യിലുണ്ട്. ആ താമര ഈ തുമ്പിയുടെ അറ്റം, ബാക്കിയുള്ളതൊക്കെ മുങ്ങി, ഉടല് മുഴുവനും മുങ്ങി, ശിരസ് മുങ്ങി. അപ്പോൾ ആന തുമ്പി ഇങ്ങനെ മുകളിലേക്ക് ആക്കുമല്ലോ, അങ്ങനെ മുകളിലേക്ക് ആക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ താമര കയ്യിലുണ്ട്. ആ താമര ഈ പ്രത്യക്ഷനായിട്ടുള്ള ഭഗവാന്റെ നേർക്ക് എറിയാനൊന്നും പറ്റില്ല. പക്ഷേ ഭഗവാനെ ഇന്ന് മനസ്സുകൊണ്ട് സമർപ്പിച്ചു. അപ്പോൾ ഭഗവാൻ ആ താമര സ്വീകരിച്ചു. എന്തെങ്കിലും ഒന്ന് ഉപഹാരം സ്വീകരിച്ചാൽ ആ ഭഗവാൻ അനുഗ്രഹിക്കുക. അതേപോലെ തന്നെ വേഗം ഇടത്തെ കൈകൊണ്ട് തുമ്പി ഇങ്ങോട്ട് പിടിച്ചിട്ട് പൊന്തിച്ചു. എന്നിട്ട് വലത്തെ കൈയിലുള്ള സുദർശന ചക്രം കൊണ്ട് മുതലയെ ആദ്യം കഴുത്ത് ഛേദിച്ചു. ഇപ്പോൾ ഇവിടെ ഗരുഡൻ്റെ പുറത്താണ് വരണത് എന്നും ആ വേഗം പോരാ, ഗരുഡൻ്റെ വേഗം എന്ന് പറഞ്ഞാൽ മനോവേഗമാണ്, അത് പോരാ. അതുകൊണ്ട് കാരുണ്യവേഗം കൊണ്ട് ഭഗവാൻ താഴത്തേക്ക് ഇറങ്ങി സ്വയം വാഹനമില്ലാതെ കണ്ട് വന്നു എന്നും വളരെ വേഗത്തിൽ വന്നു എന്നും എന്നിട്ട് ആ ഗജേന്ദ്രനെ മുക്തി കൊടുത്തു എന്നും. അപ്പോൾ ആ മുക്തി കൊടുക്കുമ്പോൾ ഈ അവസാനത്തെ ഒരു പ്രാർത്ഥന നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ താമര അങ്ങോട്ട് സമർപ്പിച്ചത്.
അത് കണ്ടതോടു കൂടിയിട്ട് ഈ താമര അങ്ങോട്ട് കിട്ടിയതോട് കൂടിയിട്ട് ഭഗവാൻ മുക്തി കൊടുക്കൽ കഴിഞ്ഞു. പക്ഷേ പ്രത്യക്ഷ മുക്തി ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ഒരു ഭൗതിക തലമുണ്ട്. ആ ഭൗതിക തലത്തിൽ അത് ചെയ്തതാണ്. ഇങ്ങനെ എന്താ ചെയ്തത്? ഇടത്തെ കൈ കൊണ്ട് തുമ്പി കൊണ്ട് പിടിച്ചു, വലത്തെ കയ്യിൽ സുദർശന ചക്രം കൊണ്ട് മുതലയുടെ കഴുത്തറുത്തു. മുതലയ്ക്ക് ആദ്യം മുക്തി കൊടുത്തു. ആ മുതല വേഗം തന്നെ ഭഗവാനെ സ്തുതിച്ച് ഗന്ധർവ ലോകത്തിലേക്ക് പോവുകയും ചെയ്തു. അത് ഹൂഹു എന്നൊരു ഗന്ധർവനായിരുന്നു. ദേവല മഹർഷിയുടെ ശാപം കൊണ്ടാണ് അങ്ങനെ മുതലയായിട്ട് വേണ്ടി വന്നത്. ഒരു മഹർഷിയുടെ തേവാര സമയത്ത് മുതലയായിട്ട് ചെന്നിട്ട് കാല് പിടിച്ച് പേടിപ്പിച്ചപ്പോൾ എന്നാ നീ മുതലയാവുക എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ മുതലയായത്. അപ്പോൾ ശാപമുക്തി തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, ഒരു ഭക്തൻ്റെ കാല് പിടിച്ചോളൂ, പിടിച്ചാൽ പിന്നെ വിടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ആനയുടെ ഗജേന്ദ്രനായിട്ടുള്ള സുദ്യുമ്നൻ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യ രാജാവിൻ്റെ ഈ അഗസ്ത്യ ശാപം കൊണ്ട് ആനയായി തീർന്ന ഈ ആനയുടെ പാദം പിടിക്കാൻ കാരണം. അപ്പോൾ ഭക്തന്റെ പാദം പിടിച്ചു കഴിഞ്ഞാൽ മുക്തി എന്നാണല്ലോ കണക്ക്. അതുകൊണ്ട് ഭഗവാൻ ആദ്യം മുതലയ്ക്ക് മുക്തി കൊടുത്തു. ആ മുക്തി വീണ്ടും ഗന്ധർവ ലോകത്തേക്ക്, പ്രാരബ്ധം തീർന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് തന്നെയാണ് പോയത്. ഗജേന്ദ്രൻ അങ്ങനെയല്ല. ഗജേന്ദ്രൻ മറ്റൊരു ഗരുഡനെ വരുത്തിക്കൊണ്ട് ഭഗവാൻ സാരൂപ്യമുക്തി അനുഗ്രഹിച്ചു കൊടുത്തായിട്ടുള്ള ഈ ഗജേന്ദ്രനെ ആ ഗരുഡൻ്റെ പുറത്ത് കയറ്റിയിട്ട് ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാൻ ഒരു ഗരുഡൻ്റെ പുറത്തും മറ്റൊരു ഗരുഡൻ്റെ പുറത്ത് ഈ സാരൂപ്യമുക്തി നേടിയതായിട്ടുള്ള ഗജേന്ദ്രനും അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് എത്തി. അപ്പോൾ ഈ സമയത്ത് ആനയുടെ ബലം വളരെ നിസ്സാരമാക്കിയിട്ട് തീർത്തു, അഹം തീർത്തു. മുതലയുടെ ഈ ശരീരം കഷ്ണാക്കിയിട്ട് ജലജീവികൾക്ക് തിന്നാൻ കൊടുത്തു. അവിടെ സമ്പാദ്യം മുഴുവൻ വീതിക്കപ്പെട്ടു എന്ന് ഒരു തത്വം. അത് ഭാഗവതത്തിലുള്ളതല്ല. പക്ഷേ അതിൻ്റെ ആ ഒരു വിനിയോഗം ഇങ്ങനെയാണ്. മുതല എന്നുള്ളത് 1000 കൊല്ലം നമ്മൾ കർമ്മം ചെയ്ത് എന്താ ഇവിടെ കർമ്മം ചെയ്തത്? ആനയുടെ ശരീരത്തിലെ ചോരയും നീരൊക്കെ ഊറ്റി കുടിക്കുക. അപ്പോൾ ചീർത്ത് വന്നു, സമ്പാദ്യം കുന്നുകൂട്ടി. പക്ഷേ എന്ത് ചെയ്തില്ല? ആർക്കും ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഭഗവാൻ ഇടപെട്ടു. എന്നിട്ടോ അതിനെ കഷ്ണമായിട്ട് ജലജീവികൾക്ക് തിന്നാൻ കൊടുത്തു. സുദർശന ചക്രം കൊണ്ട് കഴുത്താണ്ട് മുറിച്ചിട്ട് പോവുകയല്ല ഭഗവാൻ ഉണ്ടായത്. ഈ മുതലയുടെ ആ ഇറച്ചി മുഴുവനെ മറ്റ് എല്ലാ ജലജീവികൾക്കുമായിട്ട് കൊടുത്തു എന്നാണ്. സമ്പാദ്യത്തെ ഭഗവാൻ വീത് വെച്ചു പകുത്തു കൊടുത്തു എന്നതാണ്. അതേപോലെ തന്നെ ആനയുടെ ബലം, ഗജേന്ദ്രൻ ആയിരുന്നല്ലോ കാട് മുഴുവൻ ഭരിച്ചായിരുന്നു. പുലി, സിംഹമൊക്കെ, ശരഭം, പുലി, സിംഹം ഒക്കെ ആനയെ കണ്ട് പേടിക്കണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു മതം ഉണ്ടായിരുന്നു, ആ മതത്തെ തീർത്തു. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. അത് ഭാഗവതത്തിലില്ല എങ്കിലും അപ്പോൾ ഈ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാണ്. ഈ സമയത്ത് ദേവദേവന്മാർ, ഋഷികളെല്ലാവരും, ദേവികളെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി, പാട്ട്, കൊട്ട്, നൃത്തം, ഭഗവാനെയും ഭക്തനെയും ഒരേപോലെ വാഴ്ത്തി സ്തുതിച്ചു. ദേവല മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഹൂഹു എന്ന ഗന്ധർവൻ ഇങ്ങനെ മുതലയായിട്ട് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ ഭഗവാന്റെ പാദ സ്പർശം കൊണ്ടാണ്, പാദം പിടിച്ചത് കൊണ്ടാണ് മുക്തി ഭഗവാൻ കൊടുത്തത് എന്ന് പറഞ്ഞു. ഈ ഗജേന്ദ്രന് പാർഷദ സ്വരൂപത്തിലാണ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത്. ആ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പാർഷദന് സാരൂപ്യമുക്തി കൊടുത്തായിട്ടുള്ള ഓരോ പാർഷദനും കൗസ്തുഭം എന്നുള്ള രത്നം ഉണ്ടാവില്ല, ശ്രീവത്സം എന്ന മറുക ഉണ്ടാവില്ല, ലക്ഷ്മി വർഷസ്വരം ഉണ്ടാവില്ല. ഇങ്ങനെ ഗജേന്ദ്രൻ എങ്ങനെയാണ് ആനയായത് എന്ന് പറയാണ്. പണ്ട് താമില എന്ന തമിഴ് നാട്ടില് പാണ്ഡ്യരാജ്യത്ത്, ദ്രാവിഡ രാജ്യത്ത് ഇന്ദ്രദ്യുമ്നൻ എന്ന പേരായിട്ടുള്ള ഒരു രാജാവൻ, വിഷ്ണു ഭക്തൻ, യൗവനത്തിൽ തന്നെ രാജപുത്രന്മാരെ ഏൽപ്പിച്ച് കാട്ടിലെത്തി. അഗസ്ത്യ ശിഷ്യനായിട്ടുള്ള ആ രാജാവ് മലയപർവ്വതത്തിൽ തപസ് ചെയ്തു. അങ്ങനെ കുറേ കാലം തപസ് ചെയ്ത് താതാത്മ്യം വന്ന സമയത്ത് മുക്തിക്ക് അർഹത നേടി. അപ്പോൾ ആ സമയത്താണ് അഗസ്ത്യന് ശിഷ്യനെ ഒന്ന് കാണണം, അതേപോലെ
ആതിഥ്യം സ്വീകരിക്കണം എന്നെല്ലാം തോന്നിയത്. അപ്പോൾ മൗനവ്രതത്തോടെ അനവധി കാലം തപസ് ചെയ്യുന്നതായിട്ടുള്ള ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന ആ രാജാവ് സമാധിയിലാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഈ സമാധിയുടെ സമയത്തായിരുന്നു അഗസ്ത്യൻ അവിടെ ചെന്നത്. അതറിഞ്ഞില്ല രാജാവ്. അപ്പോൾ സ്വീകരണം ശരിയായില്ല എന്ന് തോന്നി, ഒരു അവജ്ഞ തോന്നി. ഇത് അഹങ്കാരല്ലേ, ഒരു കള്ളസമാധിയല്ലേ, ബ്രാഹ്മണ നിന്ദയല്ലേ, ദേഹമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പുറമെ എന്ത് പറഞ്ഞാലും അറിയണം. അത് കണക്കാക്കിക്കൊണ്ട് അത് ആനയുടെ ബുദ്ധിയാണെന്ന് അഗസ്ത്യൻ തീരുമാനിച്ചു. അതുകൊണ്ട് കുറച്ച് പ്രാരബ്ധം തീർക്കാനുണ്ട് ഇനി. അപ്പം അത് തീർന്നോട്ടെ, മുക്തിക്ക് അർഹതയായിട്ടുണ്ട്, നീ ആനയാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ദ്രദ്യുമ്നൻ ഈ ശാപം സ്വന്തം പ്രാരബ്ധമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ കാട്ടിലെത്തിയത്, ഋതുമത്ത് എന്നുള്ള ബ്രഹ്മാവിൻ്റെ ഉദ്യാനത്തിലെത്തിയത്. അവിടെ നിഷ്കാമ ഭജനം, നിഷ്കാമ ഭരണം, ഇതിൻ്റെയൊക്കെ ഫലം കൊണ്ട് ആനയായപ്പോഴും അതൊക്കെ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ പൂർവ്വജന്മ സ്മരണയൊക്കെ കിട്ടി. അങ്ങനെ ആ ഗജേന്ദ്രനെയാണ് ഈ ഭഗവാൻ വന്നിട്ട് സാരൂപ്യ മുക്തി കൊടുത്തിട്ട് അനുഗ്രഹിച്ചത്. അവർ രണ്ടുപേരും വൈകുണ്ഠത്തിലെത്തി. ഇങ്ങനെ ശ്രീശുക ബ്രഹ്മർഷി കഥ പറഞ്ഞു നിർത്തി 4-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, കീർത്തി കിട്ടും, കലിദോഷ ഒന്നും വരില്ല, കന്മഷങ്ങളൊന്നും വരില്ല, ദുസ്വപ്നനാശം സംഭവിക്കും. ഇങ്ങനെ ഫലവും അനവധി ഫലം പറഞ്ഞു കേട്ടോ. പിന്നെ ഭഗവാൻ സ്വയമേവ ഫലം പറഞ്ഞു. ഗജേന്ദ്രനോട് കൂട്ടിച്ചേർത്തുകൊണ്ട്, ഈ ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നെ ഓർക്കുക, അതേപോലെ ഗജേന്ദ്രനെ ഓർക്കുക, ഋതുമത്ത് എന്നുള്ള സരസ്, ത്രികൂടം, ചൂരല്, മുള, ദേവന്മാര്, ബ്രാഹ്മണര്, ഋഷികള്, മഹാദേവൻ, പാർവതി, പാലാഴി, അതേപോലെ ശ്വേതദ്വീപം, ബ്രഹ്മാവ്, ഭഗവത് അലങ്കാരങ്ങൾ, ആയുധങ്ങള്, ഗരുഡൻ, ലക്ഷ്മി, പിന്നെ ഭഗവാന്റെ അവതാര സ്വരൂപങ്ങള്, സൂര്യചന്ദ്രന്മാര്, നക്ഷത്രാദികള്, പഞ്ചഭൂതങ്ങള്, ഓങ്കാരം, സത്യം, പ്രകൃതി, പശു, നദി, ദേവസ്ത്രീകള്, ഇവരെയൊക്കെ ആരാണോ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് ഭഗവാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഗജേന്ദ്രമോക്ഷ കഥയെ സ്മരിക്കുന്നത്, അവർക്ക് മരിക്കുമ്പോൾ എന്നെ ഓർമ്മ വരും, അന്തേ നാരായണ സ്മൃതി കിട്ടും, മുക്തനാവും, വൈകുണ്ഠത്തിൽ എത്തുക തന്നെ ചെയ്യും, പിന്നെ പുനർജന്മമില്ല. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ പാഞ്ചജന്യം മുഴക്കിക്കൊണ്ടാണ് വൈകുണ്ഠത്തിലേക്ക് ഈ രണ്ടുപേരും കൂടിയിട്ട് പോയത്. ലക്ഷ്മിയും വിഷ്ണുവും കൂടിയിട്ട് ഗരുഡൻ്റെ പുറത്തും മറ്റൊരു ഗരുഡൻ്റെ പുറത്ത് ഈ ഗജേന്ദ്രൻ എന്ന പാർഷദനായിട്ട് മാറിയ സാരൂപ്യ മുക്തി കിട്ടിയതായിട്ടുള്ള ഗജേന്ദ്രനും ഇന്ദ്രദ്യുമ്നനും യാത്രയായി എന്ന് പറഞ്ഞാണ് അവിടെ കഥ അവസാനിപ്പിച്ചത്. ഇനി പാലാഴി മഥനം കഥയാണ്. 5-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം കൂടി 8 അധ്യായം കൊണ്ട് പാലാഴി മഥന കഥ പറയണം. അത് നമുക്ക് അടുത്തേ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.